മലപ്പുറം കോട്ടക്കൽ നഗരസഭയിലെ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടികളിലേക്ക് കടന്ന നഗരസഭ അനർഹരെന്ന് 2021 ധനവകുപ്പ് കണ്ടെത്തിയ 63 പേരെ നേരിട്ട് കണ്ട് പരിശോധിക്കാൻ ആവശ്യപ്പെട്ട നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി. ഇന്നു മുതൽ നടപടികൾ ആരംഭിക്കും. വിവരങ്ങളുമായി ശിവദാസ് കന്വനം ചേരുന്നുണ്ട്. ശിവദാസ്, കോട്ടക്കൽ നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പിൽ നടപടികളിലേക്ക് നഗരസഭ കടക്കുകയാണല്ലേ? ധനവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രഖ്യാപിച്ചത്. വിജിലൻസിന്റെ അന്വേഷണം നടത്താനാണ് ധനവകുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടായത്. 2021 തന്നെ ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ തട്ടിപ്പ് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല. 2021 തന്നെ കോട്ടക്കൽ നഗരസഭയിലും ഇത്തരത്തിൽ 63 പേർ ഈ രീതിയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ 2024 അവസാനമായിട്ടും ഇക്കാര്യത്തിലൊന്നും തന്നെ ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ധനവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിന് പ്രഖ്യാപനം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോട്ടക്കൽ നഗരസഭ നടപടികളിലേക്ക് കടക്കുന്നത്. നേരത്തെ കണ്ടെത്തിയ 63 പേരെ നേരിട്ട് കണ്ട് പരിശോധിക്കാനുള്ള നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ കടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഈ 63 പേരിൽ നേരത്തെ തന്നെ 18 പേരെ കണ്ടെത്തി അവരുടെ പെൻഷൻ തന്നെ കട്ട് ചെയ്തിരുന്നു. മറ്റുള്ളവരെ നേരിട്ട് കാണും. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇന്നു മുതൽ തന്നെ തുടങ്ങാനാണ് തീരുമാനം. ശരി ശിവദാസ, മലപ്പുറം കോട്ടക്കൽ നഗരസഭയിലെ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടികളിലേക്ക് നഗരസഭ കടന്നിരിക്കുന്നു. അനർഹരെന്ന് 2021 ധനവകുപ്പ് കണ്ടെത്തിയ 63 പേരെ നേരിട്ട് കണ്ട് പരിശോധന നടത്താനാണ് നഗരസഭ ഒരുങ്ങുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്നം.